ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റുകളിൽ നമ്പറുകൾ എഴുതാൻ നമ്മൾ അധികം ഉപയോഗിക്കാത്ത രണ്ട് മെത്തേഡുകളാണ്. സോ ആദ്യത്തേത് നമ്പറിൻ്റെ ഇടയിൽ അണ്ടർസ്കോർ ഇടുന്ന മെത്തേഡ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് 50 ലക്ഷം എന്ന് പറഞ്ഞ ഒരു നമ്പർ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ 560 ഇങ്ങനെ എഴുതണം. ഓക്കെ, സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഈ പൂജ്യങ്ങളൊക്കെ എണ്ണി നോക്കേണ്ടി വരും. ചില സമയത്ത് നമ്മളൊരു പൂജ്യം കൂടുതലോ കുറവൊക്കെ ആവും. സോ അങ്ങനത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പേപ്പറിൽ നമ്മൾ എഴുതും, നമ്മൾ കോമ ഇട്ടാണ് എഴുതാറ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം നമ്മൾ കോമ ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ വേരിയബിൾ ഡിക്ലറേഷനാണ്. സോ അതിന് ജാവാസ്ക്രിപ്റ്റ് തരുന്നൊരു മെത്തേഡാണ് അണ്ടർസ്കോർ. സോ അതായത് നമുക്ക് നമ്പറിൻ്റെ ഇടയിൽ എത്ര അണ്ടർസ്കോർ വേണമെങ്കിൽ ഇടാം, അത് അവൻ ഇഗ്നോർ ചെയ്തോളൂ, അത് അവൻ ഉപേക്ഷിച്ചോളൂ. അത് നമുക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. അതായത് ഫോർ എക്സാമ്പിൾ 50 ലക്ഷത്തിൻ്റെ കോമയുടെ പകരം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സോ ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്യുമ്പോൾ അവൻ 50 ലക്ഷം തന്നെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കോഡ് എഴുതുമ്പോൾ വായിക്കാൻ എളുപ്പത്തിന് മാത്രം. ഇത് നമുക്ക് ഡെസിമൽ പോയിൻറ്റിന് ശേഷം എഴുതാം. പോയിൻറ്റ് എത്ര അണ്ടർസ്കോർ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ട, പക്ഷേ അവസാനം ഇട്ട് കൊടുക്കരുത്. അവസാനം ഇട്ടാൽ എററാണ്, തുടക്കത്തിൽ ഇട്ട് കൊടുക്കരുത്, അതൊക്കെ എററാണ്. ഇടയിൽ എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതാണ് ഒരു കാര്യം. ഇനി 50 ലക്ഷം തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, ഈ ഉപയോഗിച്ചിട്ട് എഴുതാം. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൻ്റെ അർത്ഥം 10⁻² എന്നാണ്. അതായത് 5e2 എന്ന് എഴുതി കഴിഞ്ഞാൽ 5 × 10⁻². സോ അതായത് ചുരുക്കി പറഞ്ഞാൽ 5-ന് ശേഷം എത്ര പൂജ്യം ഇടണം എന്നുള്ളതാണ്. ഓക്കെ, സോ 5e2 എന്ന് പറഞ്ഞാൽ 5-ന് ശേഷം 2 പൂജ്യം, 500. അപ്പോൾ ഈ 5-ന് ശേഷം 6 പൂജ്യം ഇടണമെങ്കിൽ അതെങ്ങനെ എഴുതാൻ പറ്റും? 5e6 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയാലും ഇത് 50 ലക്ഷം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് ഹെവി മാത്തമാറ്റിക്സ് ഒക്കെ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഉപകാരം വരും. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ നമ്പർ 6.022 × 10⁻23 ഈ നമ്പർ നമുക്ക് എഴുതണമെങ്കിൽ ഈ 10⁻23 വരും ഈ കൊടുത്താൽ മതി. ഓക്കെ, സോ അത്രയുള്ള വീഡിയോയിനകത്ത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.